ഞാനിന്നിവിടെ രാവിലത്തെ ഫുഡിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. അതിനായിട്ട് ക്യാബേജ് ശരിയാക്കാനായിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ചതച്ചതും സവാളയും വേപ്പിലയും കൂടി ഒന്ന് വാട്ടിയെടുക്കുക. പിന്നെ ക്യാബേജും തേങ്ങയും കുറച്ച് ഉപ്പും പച്ചവെള്ളം കൂടി തിരുമ്മി വെച്ചതാണ് അതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ അടുത്ത അടപ്പത്ത് ഇന്ന് രാവിലെ നമ്മൾ ഉണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് വെള്ളവും അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉണ്ടക്ക് ആവശ്യമായ പൊടി ഇട്ട് കൊടുക്കുക, തേങ്ങ ചേർത്ത് കൊടുക്കുക, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ചൂടാറാൻ മാറ്റി വെക്കുക. അതിന് ശേഷം കുറച്ച് ചൂടാറിയതിന് ശേഷം തീരെ ചൂടാറണ്ട, നേരെ ചൂടിന് അത് നമുക്ക് കുഴച്ച് നല്ല മയപ്പെടുത്തി എടുക്കാം. എല്ലാം കുഴച്ച് നല്ല മയപ്പെടുത്തി എടുത്തതിന് ശേഷം നമുക്ക് ഉണ്ട ഉണ്ടാക്കി ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഉണ്ട റെഡിയായതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. ഇനി നമുക്ക് ഇനി തേങ്ങാപ്പാൽ പിഴിയാനായിട്ട് തേങ്ങ ചിരണ്ടിയെടുക്കുക. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കുക. നമുക്കൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വേപ്പില ഇട്ടതിന് ശേഷം ചിക്കൻ വറുത്തെടുക്കാം. നേരി തീയിൽ വെച്ച് വറുത്തെടുക്കുക. അപ്പോൾ നന്നായി മൊരിച്ചെടുക്കാൻ പറ്റും, അല്ല കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി പാല് പിഴിഞ്ഞെടുക്കാം. നമ്മുടെ പാലിലേക്ക് കുറച്ച് ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് ഉപ്പും ചേർത്ത് ഇളക്കിയെടുക്കുക. ഉപ്പ് ചേർക്കുന്നത് വെള്ളച്ചോവ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പൊടിക്ക് ഉപ്പ് ചേർത്താൽ മതി. ചിക്കൻ്റെ ഒരു വശം ഇപ്പം മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. ഉണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വെച്ചിരിക്കുന്ന കഞ്ഞി തുറക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം അത് ഇളക്കി വെച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു വിസിൽ വന്നതിന് ശേഷം വേവുള്ളരിയാണ് കുറച്ച് നേരം സ്ലോവിലിടും. അതിന് ശേഷമാണ് ഇറക്കി വെക്കണേ. ഇറക്കി വെച്ചതിന് ശേഷം വിസിൽ പോയിട്ടാണ് അത് തുറക്കണത്. അപ്പോൾ ഉണ്ട പാലും റെഡി. അപ്പം നമ്മുടെ ചിക്കനെല്ലാം റെഡി ആയിട്ടുണ്ട്. അടുത്തത് വെച്ച് കൊടുക്കുക.
കഞ്ഞി തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കത് അടച്ചിടാം. നമ്മുടെ ചോറ് തുറക്കാം. അതിന് ശേഷം നമ്മുടെ ചോറ്റുപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ചോറ്റുപാത്രം റെഡിയായി. രാവിലെ എളുപ്പം ഒരു ജോലിയാണ് ഉണ്ട ഉണ്ടാക്കൽ. പെട്ടെന്ന് കഴിയും. തിരക്കുള്ള സമയത്തൊക്കെ പുട്ട ഉണ്ടയൊക്കെയാണ് എളുപ്പം കഴിയുന്ന ജോലി. പിന്നെ തലേദിവസം നമ്മൾ ദോശയുടെ മാവൊക്കെ അരച്ച് വെച്ചാലും പെട്ടെന്ന് തന്നെ കഴിയും ജോലി. വെള്ളയപ്പത്തിന് ദോശക്കൊക്കെ അരച്ച് വെച്ചാലും പെട്ടെന്ന് നമുക്ക് ജോലി എളുപ്പമായിട്ട് കഴിയും. നമ്മുടെ ചോറ് കെട്ടലൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ എൻ്റെ മില്ലിലെ ഒരു ജോലിയാണ് ഞാൻ കാണിക്കണം, അരിപ്പൊടി വറുക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക.